ഏയ് ഈ സ്നോ ഒരു രസമുള്ള കാര്യമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്നോ പെയ്യുന്നത് നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് വ്ളോഗ് ചെയ്യാനൊന്നും അറിയില്ല, പക്ഷെ ഇത് കണ്ടപ്പോൾ അയ്യോ എന്താ പറയുക, ഐ ലവ് ഇറ്റ്. ശരിക്കും രസമാണ്. ഓ, നമ്മുടെ നാട്ടിൽ സ്നോ ഒക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് കാണാമായിരുന്നു. ശരിക്കും സ്നോ പെയ്യുമ്പോൾ വീട്ടിലുള്ളവരൊക്കെ ഇവിടെ കൊണ്ടുവന്ന അവരൊക്കെ ഇത് കാണിക്കണം എന്ന് തോന്നും. അത്ര രസമുള്ളൊരു ഫീലാണ്. വിൻ്റർ ഇഷ്ടമല്ലെങ്കിൽ കൂടിയും ഈ സ്നോ പെയ്യുന്ന കാണുമ്പോൾ ആ ഇഷ്ടമൊക്കെയാണ് ഇച്ചിരി ഇങ്ങോട്ട് മാറും. അപ്പോൾ ഇന്ന് ഇവിടെ സ്നോ പെയ്യുവാണ്. ഈ സൈഡിൽ ഇവിടെ സ്നോ സ്റ്റോം വരുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥലം അതിൻ്റെ ഒരു വാലിൻ്റെ ഭാഗത്താണ്. അപ്പോൾ അധികം ഭയങ്കര വലിയ സ്നോയൊന്നും ഇല്ലെങ്കിലും കുറച്ച് ഇന്ന് രാവിലെ സമയത്ത് കുറച്ച് പെയ്യുന്നുണ്ട്. പക്ഷേ അടിപൊളി വ്യൂ ആണിത്. കഴിഞ്ഞ പ്രാവശ്യം സ്നോ പെയ്തപ്പോൾ രാത്രി സമയത്താണ് പെയ്തത്. അപ്പോൾ രാവിലെ എനിക്കിപ്പോൾ നിറച്ച് സ്നോയൊക്കെ എടുക്കുന്നല്ലാണ്ട് നമുക്കങ്ങ് സ്നോയിലിറങ്ങി പെയ്യുന്ന സമയത്ത് അങ്ങ് ഇതായില്ല. ഇത് നല്ല അടിപൊളി കണ്ണാടിയിലൊക്കെ നല്ല വലിയ വലിയ പീസസ് ആയിട്ടാണ് വീഴുന്നത്. അടിപൊളിയായിട്ടുണ്ട് ആ വ്യൂ. ഞാൻ കാണിച്ചു തരാം. I got you! ആ സ്നോ ഇതിന്റെ മുകളിൽ എറിയാ. No, me? Now the snowball inside that. Aha! കുഞ്ഞിന്റെ മേത്ത് തന്നെയായില്ലേ. അപ്പോൾ ഇന്ന് അമ്മു സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് നല്ല അടിപൊളിയായിട്ട് നിറച്ച സ്നോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം പിള്ളേർ സ്നോയിൽ കളിയൊക്കെ ആയിരിക്കും. പക്ഷേ നല്ല എഗെയിൻ നല്ല രസമുണ്ട്. ഞാൻ ഇത്ര വലിയ പീസസ് ആയിട്ട് സ്നോ പെയ്യുന്നത് അങ്ങനെ കുറവാണ്. സാധാരണ ചെറുതായിട്ട് അങ്ങ് പെയ്ത് പോയതിപ്പോൾ നല്ല വലിയ പീസസ് ആയിട്ടാണ് പെയ്യുന്നത്. വലിയ പീസസ് എൻ്റെ മെയിൽ കണ്ടോ, വലിയ പീസസ് ആയിട്ട് വരുന്നത്. ഞാൻ പിടിക്കാൻ നോക്കട്ടെ. അത്ര വലിയ പീസസ് ആയിട്ടാണ് വീഴുന്നത്. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പുറത്ത് തണുപ്പും സ്നോയും ഒക്കെ ആയി തുടങ്ങുമ്പോൾ നമ്മളെ മെയിൻ പ്രശ്നം എന്താണ്? നമ്മൾ എക്സസൈസ് ചെയ്യോ പുറത്ത് നടക്കാനൊന്നും പോകില്ല. അപ്പോൾ അതിനൊരു പരിഹാരം എന്നോണമാണ് നമ്മളൊരു എക്സസൈസ് ബൈക്ക് വാങ്ങിച്ചു. അങ്ങനെ ഒരുപാട് ബ്രാൻഡഡ് സാധനമൊന്നുമല്ല, കാരണം എനിക്ക് എൻ്റെ തന്നെ അത്ര വിശ്വാസം പോരാ. നമ്മുടെ നാട്ടിൽ ഇതേപോലൊരു സാധനമുണ്ട്. ഈ മഴക്കാലത്ത് ഡ്രസ്സ് തോരിടാനാണ് ഉപയോഗിക്കാറ്. സോ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇത് വരില്ല എന്ന് വിശ്വസിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഒന്ന് യൂസൊക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അസംബ്ലി കഴിഞ്ഞു. കുറച്ച് പാടായിരുന്നു, ഇൻസ്ട്രക്ഷൻസ് അത്ര ക്ലിയർ അല്ലായിരുന്നു.
2-3 സ്ക്രൂ ഒക്കെ അവസാനം എക്സ്ട്രാ വന്നായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഞാനെങ്ങാനും വെക്കാൻ മറന്നു പോയതാണ്. എന്നിട്ട് കുറേ പ്രാവശ്യം വായിച്ചു നോക്കിയിട്ട് അതിപ്പോൾ എക്സ്ട്രാ സ്ക്രൂസ് ആയിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ കയറിയിരിക്കുമ്പോൾ എല്ലാം കൂടി ഇടിഞ്ഞൊളിഞ്ഞ് വീണാലോ. ഇവിടെ ഡിസ്പ്ലേ ഉണ്ട്, നമ്മളത് പയ്യെ ചവിട്ടി തുറക്കുമ്പോൾ തന്നെ ഓണാവും. ഇതിൽ സ്പീഡും കാലറീസും ഡിസ്റ്റൻസും ടൈമൊക്കെ കാണിക്കും. അത് മാത്രമേ ഇലക്ട്രോണിക് സംഭവമായിട്ട് ഇതിലുള്ളൂ, ബാക്കിയൊക്കെ മെക്കാനിക്കൽ സാധനമാണ്. ഇവിടെ അടിയിലാണ് ഇത് ബ്രേക്ക്. ഇവിടെ പ്രഷർ ഇതാണ്. എനിക്ക് ഇതിരിക്കുമ്പോൾ ഇത് ഇവിടെ താഴെ ടൈറ്റ് ആവും. അപ്പോൾ അതിനനുസരിച്ചാണ് ഡിഫിക്കൽട്ടി ലെവൽ ചേഞ്ച് ആവുന്നത്. ഇതന്നെ ഇവിടെ താഴെ പ്രസ് ആകുമ്പോൾ നമ്മൾ ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് ഇവിടെ ഇതിൻ്റെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെയും നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ പെഡൽ ഈ ടൈപ്പാണ് വരുന്നത്. നമുക്കിപ്പോൾ ഷൂ ഒക്കെ ഇട്ടിട്ട് ലോക്ക് ചെയ്ത് വയ്ക്കാവുന്ന ടൈപ്പ് പെഡലാണ് വരുന്നത്. നമുക്ക് ടൈ ചെയ്ത് മാസം പോകും. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. ഭയങ്കര ആവേശമൊക്കെ ഉണ്ട്. എത്ര ദിവസത്തിൽ കാണുന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.